ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന് ഇത്രയും വർഷവും കാര്യങ്ങളൊക്കെ ആയി, അതൊക്കെ ശരി. പക്ഷെ ഇവരുടെ എഫർട്ട് ഭീകരമായി, ഒരു രക്ഷയില്ല ഈ രണ്ടെണ്ണത്തിന്റെ. ഒപ്പം ഇവരുടെ കൂടെ ഒരു ടീം, ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത്. ഏറ്റവും ഒരു കാര്യം തുറന്നു പറയാം. ഇപ്പൊ നമ്മൾ ശിവേന്റെ കേസ് പറയുമ്പോഴത്തേക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് തീർച്ചയായും അമ്മ രശ്മിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ലൊക്കേഷനിൽ വരുന്ന ഈ പറഞ്ഞ കാടും വീടും ഫെസിലിറ്റീസ് വളരെ കുറവാണ്. പക്ഷെ ഇതേപോലെ സാർ ഞങ്ങൾ വണ്ടിയൊക്കെ കംപ്ലൈന്റ് ആയിട്ട് ഈ രശ്മി വണ്ടി തള്ളുന്നേക്കുള്ളൂ. കംപ്ലൈന്റ് ആയപ്പോൾ എല്ലാവരും വണ്ടി ഉള്ളത്, പുള്ളിക്കാരിക്ക് വയ്യാത്ത പുള്ളിക്കാരി വന്ന് തള്ളുന്നു. അങ്ങനെ എല്ലാ ലൊക്കേഷനാണ്. ദേവസേനയൊക്കെ നല്ല കണക്ക് ട്രൈപോഡ് ഒരു പാറമലയില്ലേ മറ്റേ, അതെവിടെയായിരുന്നു? ഞാനങ്ങ് വണ്ടി ഓടിച്ച ഏറ്റവും മുകളിൽ അത് തന്നെ, അത് ചേറ്റുപാറ ആ അമ്പലത്തിന് അത് കഴിഞ്ഞ പിന്നില്ല. ലോകത്തിന്റെ അവസാനം അവിടെ വണ്ടി വിളിക്കാൻ ഏതാ മറ്റേ അമ്പലം ഉള്ളതാ? മൊബൈല് റേഞ്ച് പോലും കിട്ടാത്ത സ്ഥലങ്ങളാണ്. ആ സോങ് ഒക്കെ എടുത്ത് കറക്റ്റ് കുറച്ച് ദിവസം മുമ്പ് പുലി ഇറങ്ങി, അവന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. ഇത് ഹെലി ഷോട്ടാണ്. ഞാൻ തീർച്ചയായും അങ്ങ് വിട്ട് നമ്മളെ ദൂരെ ഹെലിയല്ലേ, ദൂരെ ഒന്നും അറിയണ്ട. തീർത്ഥം കൂടെ വിട്ടു. ഇനി വന്നപ്പോഴത്തേക്കും ശബ്ദം കേട്ടത് പുലി ഇറങ്ങിയാണെന്ന് പറഞ്ഞു. ഞാൻ കോമഡി ഞാൻ പറഞ്ഞു, മോളെ ബാക്കിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നില്ലേ, അത് വല്ല പൂച്ചക്കണൊക്കെ ആയിരിക്കും. അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട്, എന്താ കാര്യം ഒരു ശാന്തമായ സ്ഥലം പെണ്ണി തൊപ്പി നിർത്തിയിരിക്കും, പാട്ട് സീൻ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവില്ല, മൃഗങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഞാൻ കളർ ചെയ്യണം. ഷോട്ട് എന്താ പഠിച്ചിട്ടുണ്ടല്ലേ? അവിടെ കട്ട് പിടിച്ച് തീർത്ത എന്നെ നോക്കിയപ്പോ കാണുന്നില്ല, ഞാൻ കളരിയിലല്ല. തീർത്ത കളരിയെ കരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ കടുപ്പെടുത്ത് വരുവാ. അഴീക്കൽ ബീച്ചിൽ ജ്യൂസ് സ്റ്റാൾ നടത്തുന്ന അതെന്താ പേര് പറഞ്ഞില്ല നീ? ഞാൻ ഭയങ്കര ബീച്ച് റീല് ഞാൻ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ദ്രോഹി, ഈ പടത്തിന്റെ പേര് പറഞ്ഞില്ല. മറ്റേ അതും കൂടെ ഒന്ന് പറഞ്ഞു, അമ്മയുടെ ചരമവാർഷികം കൂടെ നല്ലത് ചാൻസ് കിട്ടാൻ പറയണല്ലോ. അപ്പൊ നമ്മുടെ മൂവി August 7th റിലീസ് ചെയ്യാൻ പോവാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നീ പറഞ്ഞു, ഇത്രയും ഞാൻ പറഞ്ഞു. അല്ല പറഞ്ഞു അല്ല, ഇത്രേ ഉള്ളൂ. ഒരു ന്യൂജൻ സിനിമ, പിള്ളേരുടെ അങ്ങേറ്റം കഠിന പ്രയത്നം, ഗംഭീരമായിട്ട് പഠിച്ച് ചെയ്ത സിനിമ, അധ്വാനിച്ച സിനിമ. അങ്ങനെ മെന്റലി കൂടാതെ ഒന്നടങ്കം. കാരണം ഒരു ടീമുണ്ട് ഫുള്ള്, ഇവരെ കൂടെ കട്ടയ്ക്കുന്ന കുറേ പിള്ളേരുണ്ട്, ചെറുപ്പക്കാര്. അവരുടെ എല്ലാം ഒരു വിജയമാണ് ഈ സിനിമ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് വിശ്വാസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എല്ലാരും അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് നിന്നത്. എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്നത് അത്രയ്ക്കും അടിപൊളിയാണ് റിവ്യൂ. പക്ഷെ എന്റെ കണ്ണുമ്മ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവില്ല. കാരണം വെച്ചാൽ സ്ക്രിപ്റ്റ് അറിയാനായിട്ട് പോലും ഞാൻ റിവ്യൂ ആണ്. അവർ വരുന്നതിനിടയ്ക്ക് ഓരോ ഡൗട്ട് വിളിച്ചിട്ട്, എടാ അതെങ്ങനെയാണ് ഇങ്ങനെയാണ്, രശ്മിയുടെ ടൂൺ ഭയങ്കര രസമാണ്, അത് എങ്ങനെയാടാ അത്? അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ഇന്ന സീനിൽ അത് കാണിക്കുന്നുണ്ട്. അതാണ് ഓരോന്നും ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ മലയാള സിനിമയില് ഈ കാറ്റഗറിക്കപ്പെടുത്തി ഉള്ള ഒരു അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. എന്നാൽ പുതിയ സിനിമകളെ സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരു രീതിയിലും താര നിമിഷമായ സിനിമ എന്നൊന്നും പറഞ്ഞിട്ടല്ല, അല്ലാതെ കാണുന്നു. എന്നാൽ അതിൽ തന്നെ ചില സിനിമകളെ പൂർണ്ണമായും തഴയപ്പെടുന്ന ഒരവസ്ഥയും, പിന്നെ റിവ്യൂവർമാർ വന്നിട്ട് വലിച്ചീറി പൊട്ടിച്ച് സിനിമ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. അത് കോടികൾ വളരെ വളരെ വലിയ തുക മുടക്കി
വളരെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന സിനിമകളൊക്കെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞ് അതിനെ ഇതാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഞങ്ങള് ചേംബർ ഓഫ് കൊമേഴ്സ് മെമ്പറും കൂടിയാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള സത്യമാണ് അല്ലെ? ഒരു സിനിമയെ കുറിച്ച് പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, പറഞ്ഞോളൂ.